മഴത്തോരു മുൻപ് സീരിയലിൽ ഉടൻ വരുവാൻ പോകുന്ന മറ്റൊരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂവിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ബാലചന്ദ്രമേനോൻ കട്ട കലിപ്പിലാണ്. വൈജയന്തിയുടെ ആങ്ങളമാരെ മൂന്നുപേരെയും മുൾമുനയിൽ നിർത്തിക്കൊണ്ട് ബാലചന്ദ്രമേനോൻ കഠിനമായ ചില തീരുമാനങ്ങളിലേക്ക് നീങ്ങുന്നത് പോലെ സംസാരിക്കുകയാണ്. അദ്ദേഹം പറയുന്നുണ്ട്, ഞാനുമായി ശത്രുത പ്രഖ്യാപിച്ചിട്ടാണ് അവൾ ഈ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയത്. എന്തായാലും അതിൻ്റെ പണി ദൈവം അവൾക്ക് കൊടുത്തു. ഇനിയിപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ ഫാമിലി കോർട്ടിലേക്കാണോ പോകുന്നത് എന്ന് എനിക്ക് നിശ്ചയമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് തന്നെ വലിയ കൈവിട്ടുള്ള കളിക്കൊന്നും ഞാൻ തയ്യാറാവില്ല. പറഞ്ഞു വരുന്നത്, അവളെ ചികിത്സിച്ചതിൻ്റെ ബില്ല് അത് ഞാനാണ് പേ ചെയ്തിരിക്കുന്നത്. അത് 3 ആങ്ങളമാരും ചേർന്ന് എൻ്റെ അക്കൗണ്ടിലേക്ക് തിരികെ തരണം. അത്രയും കേട്ടപ്പോഴേക്കും രാജീവ് മേനോൻ ആകെ ചൊറിഞ്ഞു കയറുന്നുണ്ട്. എടോ, തൻ്റെ ഭാര്യയെ ചികിത്സിച്ചതിന് ഞങ്ങളാണോ തനിക്ക് പൈസ തരണ്ടേ? അതെ, തന്നേ പറ്റൂ. ഞാൻ ഈ പറഞ്ഞതൊന്നും നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഞാൻ അവളെ ചികിത്സിക്കുകയും അവളെ ശുശ്രൂഷിക്കുകയും ചെയ്യുന്നതിൽ എന്തർത്ഥമാണ് ഇനിയുള്ളത്? ഞാൻ പറയുന്നത് നിസ്സാര തുകയുടെ കാര്യമൊന്നുമല്ല. ഇപ്പോൾ തന്നെ ഓപ്പറേഷനും സ്കാനിങ്ങും അതും ഇതുമെല്ലാമായിട്ട് ലക്ഷങ്ങളാണ് എൻ്റെ കയ്യിൽ നിന്ന് പൊട്ടിയിരിക്കുന്നത്. എൻ്റെ ശത്രുവിനെ സുഖപ്പെടുത്തുവാൻ വേണ്ടി ഞാൻ എന്തിനാണ് ഈ കൈവിട്ട കളിക്ക് തയ്യാറാവുന്നത്? അപ്പോൾ ഗംഗാധരൻ പറയുന്നുണ്ട്, ബാലേന്ദ്ര, നീയൊന്നടങ്ങ്. അവൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയാൽ നിന്റെ വീട്ടിലേക്ക് തന്നെ തിരികെ വരും. നിന്റെ ഭാര്യയായി തന്നെ ജീവിക്കും. അത് പോരെ നിനക്ക്? നിങ്ങൾ ഇങ്ങനെ അങ്ങ് പറഞ്ഞാൽ മതിയോ? അതിന് എന്തെങ്കിലും ഒരു രേഖ വേണ്ടേ? 1-2 പ്രസവിച്ച പെങ്ങളെയും പെൺമക്കളെയും വല്ലവരുടെയും തലയിൽ കെട്ടിവെച്ചു കൊടുക്കാൻ മടിക്കാത്ത നിങ്ങളുടെ വാക്ക് ഞാൻ എങ്ങനെ വിശ്വസിക്കും? ബാലചന്ദ്രന്റെ മുഖത്തടിച്ചതുപോലെയുള്ള ഈ സംസാരത്തിന്റെ മുമ്പിൽ വല്ലാതെ വിളറി നിൽക്കുകയാണ് ഗംഗാധരൻ. തുടർന്ന് വീണ്ടും ബാലചന്ദ്രൻ പറയുകയാണ്, അതെ, നിങ്ങളൊരു കാര്യം ചെയ്യ്. 50 രൂപയുടെ ഒരു മുദ്രപത്രം വാങ്ങിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അതിൽ ജയന്തിയെ കൊണ്ട് ഒന്ന് എഴുതി ഒപ്പിടിപ്പിക്കാൻ ശ്രമിക്കുക. അതായത്, എൻ്റെ തന്നിഷ്ടപ്രകാരം ഭർത്താവിനെക്കുറിച്ചുള്ള പല തെറ്റിദ്ധാരണകളും നിമിത്തം ഞാൻ വീട് വിട്ടിറങ്ങിപ്പോയതാണ്. ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്താൽ ഉടനെ എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ തന്നെ തിരിച്ചെത്താം. അദ്ദേഹത്തിൻ്റെ ഭാര്യയായി തുടർന്നും ജീവിച്ചു കൊള്ളാം. എൻ്റെ ഭാഗത്താണ് തെറ്റുകൾ ഉണ്ടായിരിക്കുന്നത്. എനിക്കത് ബോധ്യമായിട്ടുണ്ട്. ഇത്ര മാത്രം മതി. ഇത്രയും ഒന്ന് എഴുതി അവളെ കൊണ്ടൊന്ന് ഒപ്പിടിപ്പിച്ച് നിങ്ങൾ എൻ്റെ അടുക്കൽ കൊണ്ടുവരണം. ബാലചന്ദ്രൻ്റെ ഈ സംസാരം കേട്ടുകൊണ്ട് ജ്യേഷ്ഠാനുജന്മാർ പരസ്പരം നോക്കി അസ്വസ്ഥതയോടുകൂടി നിൽക്കുകയാണ്. അല്പനിമിഷത്തെ മൗനത്തിന് ശേഷം ഗംഗാധരൻ പറയുന്നുണ്ട്, ബാലചന്ദ്ര, ഞങ്ങൾ പോയി അവളോട് ഇങ്ങനെയൊക്കെ എഴുതി ഒപ്പിട്ട് തരണമെന്ന് പറഞ്ഞാൽ അവൾ അത് ചെയ്തു തരുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? വേണ്ടെന്നേ, എനിക്ക് നിർബന്ധമൊന്നുമില്ല. എനിക്ക് എൻ്റെ ക്യാഷ് കിട്ടിയാൽ മതി. ജയന്തി ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയിട്ട് യാതൊരു ഉപാധികളും കൂടാതെ എൻ്റെ അടുക്കിലേക്ക് തന്നെ തിരികെ വരികയാണെങ്കിൽ ആ ക്യാഷ് മുഴുവൻ അപ്പോൾ തന്നെ ഞാൻ പലിശ സഹിതം തിരിച്ചു തന്നേക്കാം. അതല്ലേ അതിൻ്റെ ഒരു നീതി? ഇത്രയും കേട്ടപ്പോഴേക്കും രാജീവ് മേനോൻ വീണ്ടും പൊട്ടിത്തെറിക്കുകയാണ്. പൈസ തന്നില്ലെങ്കിൽ താൻ എന്തോ ചെയ്യൂടൂ? ഞാൻ എന്തു ചെയ്യാൻ? ഞാൻ നേരെ ഹോസ്പിറ്റലിലേക്ക് ചെന്ന് ജയന്തിയോട് പറയും, നീ നെയ്യാറ്റിൻകരയിലെ ഹോസ്പിറ്റലിൽ വെച്ച് പ്രസവിച്ച ആ കുഞ്ഞ് ശരിക്കും മരിച്ചു പോയിട്ടൊന്നുമില്ല. നിന്റെ അച്ഛനും ആങ്ങളമാരും കൂടി നിന്നെ പറ്റിച്ചതാണെന്ന്. ബാലേന്ദ്രമേനോൻ ചെറിയ ചിരിയോടുകൂടി 3 പേരെയും തുടർന്ന് മാറി മാറി ഒന്ന് നോക്കുന്നുണ്ട്. അത് കണ്ടിട്ട് രാജീവ് മേനോൻ വീണ്ടും ചോദിക്കുകയാണ്, നീ എന്താ ബാലേന്ദ്ര, ഭീഷണിപ്പെടുത്തുകയാണോ? അങ്ങനെയാണെങ്കിൽ നിന്നെക്കുറിച്ച് ഞങ്ങൾക്കും കുറെ കഥകൾ പറയാനുണ്ട്. ആ കഥകളുടെ ചുരുളുകളൊക്കെ ഞങ്ങളും അങ്ങ് അഴിച്ചിടാം. ഓ, അങ്ങനെയാണോ? എന്നാൽ പിന്നെ അത് തന്നെ നടക്കട്ടെ. നമുക്കിപ്പോൾ തന്നെ ഹോസ്പിറ്റലിലേക്ക് പോകാം. ജയന്തിയുടെ മുൻപിൽ ഇരുന്നു കൊണ്ട് എൻ്റെ കഥ ഞാനും പറയാം. നിങ്ങൾക്ക് പറയാനുള്ള കഥകൾ നിങ്ങളും പറ. എന്നിട്ട് ഇതെല്ലാം കേട്ടതിന് ശേഷം ജയന്തി തന്നെ തീരുമാനിക്കട്ടെ ഏത് കഥയാണ് ശരിയെന്നും ഏതാണ് തെറ്റെന്നും. ബാലചന്ദ്രന്റെ വാക്കുകൾക്ക് എന്തു മറുപടി പറയണമെന്നറിയാതെ സഹോദരങ്ങൾ 3 പേരും പരസ്പരം മുഖത്തോട് മുഖം നോക്കി അന്താളിച്ച് നിൽക്കുകയാണ്. ഈ സമയത്ത് ബാലചന്ദ്രമേനോൻ ഒരു ചതുരംഗം കളിക്കാരന്റെ സൂക്ഷ്മതയോടെ എന്നാൽ വിജയകരമായി കരുനീക്കം നടത്തിയതിന്റെ ലാഘവത്തോടെ കസേരയിൽ അങ്ങനെ ചാരിയിരിക്കുകയാണ്. അയാളുടെ മുഖത്ത് വിജയം മണത്തവന്റെ അടക്കിയ ചിരിയുണ്ട്. പക്ഷേ നിലപാടുകളിലൊന്നും അയവ് വരുത്തുവാൻ ഉദ്ദേശമില്ല എന്ന ശാഠ്യവും അതോടൊപ്പം ആ മുഖത്ത് നിഴലിച്ചു നിൽക്കുന്നുണ്ട്. അപ്പോൾ ഗംഗാധരമേനോൻ പറയുന്നുണ്ട്, ശരി ബാലചന്ദ്ര, നിനക്ക് നിന്റെ ഭാര്യയെ ചികിത്സിച്ചതിന്റെ പണമല്ലേ വേണ്ടേ? ഞങ്ങളത് തരാം. അങ്ങനെ അല്ലല്ലോ ഗംഗാധര ഞാൻ പറഞ്ഞത്. എൻ്റെ ഭാര്യയെ ചികിത്സിച്ച പണമല്ല ഞാൻ ചോദിച്ചത്. നിങ്ങളുടെ സഹോദരിയെ ചികിത്സിച്ച പണം. അതും പണത്തോടുള്ള ആർത്തി കൊണ്ടല്ല. ബാലചന്ദ്രമേനോൻ പണം വേണ്ടത്ര സമ്പാദിച്ചിട്ടുണ്ട്. കൊല്ലപ്പള്ളി കൈതക്കൽ മാളിക വീട്ടുകാരേക്കാൾ ഒരു പടി മീതെ എത്തിയ ശേഷമാണ് ഞാൻ നിങ്ങളുടെ വീട്ടിൽ കല്യാണം ആലോചിച്ചു വന്നത്. അതും നിങ്ങൾ മാന്യന്മാരാണ് എന്ന് തെറ്റിദ്ധരിച്ചിട്ട്. നിങ്ങളുടെ മാന്യതയും നിങ്ങളുടെ വീട്ടിലെ എച്ചില് തിന്നുന്ന പട്ടിയുടെ മാന്യതയും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല എന്ന് മനസ്സിലാക്കുവാൻ എനിക്ക് 22 വർഷം വേണ്ടി വന്നു. അതുകൊണ്ട് എനിക്കിപ്പോൾ പറയാനുള്ളത് ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ നക്കാപ്പിച്ച വാങ്ങി എൻ്റെ പോക്കറ്റ് നിറയ്ക്കുവാനുള്ള ത്വരയൊന്നും തൽക്കാലം എനിക്കില്ല. പെട്ടെന്ന് ശിവശങ്കരൻ അങ്ങോട്ട് പൊട്ടിത്തെറിക്കുകയാണ്. പിന്നെ നീ എന്തിനാടാ ഈ നാണം കെട്ട കണക്കും പറഞ്ഞുകൊണ്ട് കാശി ചോദിക്കുന്നേ? നിനക്ക് അല്പമെങ്കിലും അഭിമാനമുണ്ടോ? കൊള്ളാം, ആ ചോദ്യം അതെനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു. അഭിമാനത്തിന്റെ വന്ധ്യംകരണ ശസ്ത്രക്രിയ നടത്തി ചില്ലറ വാങ്ങി പോക്കറ്റിലിട്ട മാന്യന്മാരാണ് എന്നോട് അഭിമാനത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നത്.
എന്റെ അഭിമാനവും നിങ്ങൾ തന്നെയാണ് വിറ്റ് കാശാക്കിയത്. 22 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ അറിയാതെ ഉറങ്ങിക്കിടന്നവന്റെ വൃക്ക മോഷ്ടിക്കുന്നത് പോലെ എന്റെ അഭിമാനവും നിങ്ങൾ ഇല്ലാതെയാക്കി. എനിക്കിപ്പോൾ എവിടെയാണ് അഭിമാനം? പിഴച്ചു പ്രസവിച്ച നിങ്ങളുടെ പെങ്ങളെ കെട്ടിച്ചു തന്നതോടുകൂടി അത് തീർന്നില്ലേ? ഇത്രയും കേൾക്കുമ്പോഴേക്കും ശിവശങ്കരന്റെ മുഖം വല്ലാതെ മഞ്ഞളിച്ചു. ഒരുമാതിരി വടി കൊടുത്ത് അടിവാങ്ങിയതുപോലെയുള്ള മനോഭാവം. ഈ സമയത്ത് ഗംഗാധരൻ സ്വയം അറിയാതെ ചുറ്റുപാടുകളിലൊന്ന് പരതി നോക്കുന്നുണ്ട്. ഇപ്പോൾ നടന്ന സംസാരം ആരെങ്കിലും അവിടെ കേട്ടു നിൽക്കുന്നുണ്ടോ എന്നറിയുവാൻ. തുടർന്ന് അയാൾ പറയുകയാണ്, ശിവ, തർക്കിക്കണ്ട. അവൻ ചോദിക്കുന്ന പണം അത് നമുക്ക് കൊടുത്തേക്കാം. ഓഹോ, ചോദിക്കുന്ന പണമോ? നിങ്ങളുടെ സൗജന്യമൊന്നും എനിക്ക് വേണ്ട. ഞാൻ ബില്ല് അങ്ങോട്ട് തരും. അതിലുള്ള തുക മാത്രം തന്നാൽ മതി. പിന്നെ വൈജയന്തിയോടും കൂടി ഒന്ന് പറഞ്ഞേക്കണം, അവളുടെ ഭർത്തൃപദവിയിലിരിക്കുന്ന മഷ്കുണൻ അവളുടെ ചികിത്സാ ചെലവ് മുഴുവനും കണക്ക് പറഞ്ഞു വാങ്ങിച്ചിട്ടുണ്ടെന്ന്. ഇത് കേട്ടുകൊണ്ട് വീണ്ടും ശബ്ദം താഴ്ത്തി ഗംഗാധരൻ ബാലേന്ദ്രനോട് പറയുകയാണ്, ബാലേന്ദ്ര, വൈജയന്തിക്ക് നിന്നോടുള്ള അകൽച്ചയും വിദ്വേഷവും പരമാവധി കുറയ്ക്കുവാൻ ശ്രമിക്കുകയാണ് ഞങ്ങൾ. ഹോസ്പിറ്റലിൽ നിന്നും അവൾ ഡിസ്ചാർജ് ആകുമ്പോഴേക്കും അവളെ സമാധാനിപ്പിച്ച് നിന്റെ വീട്ടിലേക്ക് തന്നെ മടക്കിക്കൊണ്ടുവരാനാണ് ഞങ്ങളുടെ ഉദ്ദേശം. അതിനിടയ്ക്ക് നീ ഇങ്ങനെ എരുതിയിൽ എണ്ണയൊഴിക്കുന്നത് പോലെ ഓരോന്ന് ചെയ്താൽ എങ്ങനെയാ ബാലേന്ദ്ര ശരിയാവുക? ആ എരുതിയിൽ എണ്ണയൊഴിക്കുന്നതാണ് എനിക്കിപ്പോൾ സുഖം. ജയന്തിയെ ഞാൻ പരമാവധി പ്രകോപിപ്പിച്ചുകൊണ്ടേയിരിക്കും. കോപിഷ്ടനായ മൃഗശിക്ഷകൻ അദൃശ്യമായൊരു ചാട്ടവാർ അടിക്കുന്നത് പോലെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ അവളെ ഇങ്ങനെ അടിച്ചുകൊണ്ടേയിരിക്കും. ചാട്ടവാറിന്റെ മൂളക്കം മാത്രമേ അവൾ കേൾക്കൂ. അവൾക്ക് കാണാൻ കഴിയില്ല. ഓരോ അടിയേറ്റ് പുളയുമ്പോഴും അവൾക്ക് അറിയുവാൻ കഴിയില്ല എന്തിനാണ് അടിച്ചതെന്ന്. പെൺപുലിയെപ്പോലെ പല്ലും നഖവും പുറത്ത് കാട്ടി അവൾ ചീറും. അതും എനിക്ക് കാണണം. അഹങ്കാരവും അമർഷവും രോഷവും അടക്കുവാൻ വയ്യാതെ അവൾ പല വൈകൃതങ്ങളും കാണിക്കും. അപ്പോഴെല്ലാം അവളെ സമാധാനിപ്പിക്കുവാൻ നിങ്ങൾക്ക് ഓടിയെത്തേണ്ടി വരും. അവളും നിങ്ങളും കൂടി ഈ പണ്ട് എന്നോട് ചെയ്ത കൊടും ചതിയുടെ ഫലം കുറച്ചെങ്കിലും നിങ്ങളും അനുഭവിക്കണ്ടേ? ബാലചന്ദ്ര, ഇതുകൊണ്ട് നീ എന്താണ് നേടാൻ പോകുന്നത്? നീ എന്തിനാണ് നിന്റെയും മറ്റുള്ളവരുടെയും മനസ്സ് ഇങ്ങനെ കലക്കുന്നത്? വല്ലാത്ത സങ്കടത്തോടു കൂടിയുള്ള ഗംഗാധര മേനോന്റെ ഈ ചോദ്യത്തിന് ബാലചന്ദ്രൻ മറുപടി പറഞ്ഞത് ഇങ്ങനെയാണ്, കുറച്ച് കാലം കിട്ടുന്നേ, പതിയെ തെളിഞ്ഞാൽ മതി. എനിക്ക് തിരക്കൊന്നുമില്ല. എനിക്കിപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ സൗകര്യപ്പെടുകയുള്ളൂ. ഞാനിപ്പോൾ ഇങ്ങനെയൊക്കെ ആയിപ്പോയി. നിങ്ങളാണ് എന്നെ ഇങ്ങനെ ആക്കി തീർത്തത്. ബാലേന്ദ്ര, അന്നത്തെ സാഹചര്യത്തിൽ പലതും സംഭവിച്ചു പോയി. നീ ക്ഷമിക്കുകയല്ലാതെ ഇതിനൊരു പരിഹാരമില്ല. ഇത് നിന്നോട് ആരെങ്ങനെ പറഞ്ഞു മനസ്സിലാക്കി തരുമെന്ന് എനിക്കറിയില്ല. അറിയില്ലേ ഗംഗാധര? അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ ചെന്നിട്ട് അലീനയോട് പറയണം, മോളെ, തെറ്റുപറ്റിപ്പോയവരാണ് ഞങ്ങൾ. ഇനി നീ മാത്രമേ ഉള്ളൂ ഞങ്ങളെ ഈ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷിക്കാൻ. നീ നിന്റെ അച്ഛനോട് പറയണം, കഴിയുമെങ്കിൽ എല്ലാം മറക്കുവാനും പൊറുക്കുവാനും ഞങ്ങൾ നിന്റെ കാലു പിടിക്കുകയാണ് എന്ന്. ഇങ്ങനെ നിങ്ങൾ അവളോട് ആത്മാർത്ഥമായിട്ട് എൻ്റെ മോളോട് അപേക്ഷിക്കുകയും അവൾക്ക് നിങ്ങളുടെ അലിവ് തോന്നി എൻ്റെ അടുത്ത് വന്ന് അവൾ അങ്ങനെ ആവശ്യപ്പെടുകയും ചെയ്താൽ ഞാൻ ചിലപ്പോൾ ചില്ലറ വിട്ടുവീഴ്ചകൾ ചെയ്തു കൂടായികയില്ല. ഇത്രയും പറഞ്ഞിട്ട് അപാരമായ വിദ്വേഷത്തോടുകൂടി ബാലചന്ദ്രൻ 3 പേരുടെയും മുഖത്തേക്ക് മാറി മാറി നോക്കുകയാണ്. ഗംഗാധര മേനോനും അനുജന്മാർക്കും ബാലചന്ദ്രനോട് പറയുവാൻ മറുപടിയൊന്നുമില്ല. ബാലചന്ദ്ര മേനോൻ വീണ്ടും പറയുകയാണ്, നിങ്ങൾ അലീലയുടെ കാൽക്കൽ വീണ് ജയന്തിക്ക് വേണ്ടി അവളോട് ക്ഷമയാചിക്കാൻ തയ്യാറാകുമോ? ഒരിക്കലുമില്ല. നിങ്ങളുടെ നട്ടല് അത്രയും വളയുകയില്ല. അതിൽ നിന്ന് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ക്ഷമയാചിക്കുവാനുള്ള മനസ്സുണ്ടാകുന്നതിനേക്കാൾ കടുപ്പമേറിയതാണ് ക്ഷമിക്കുവാനുള്ള മനസ്സുണ്ടാവുക എന്നുള്ളത്. ഈ സമയത്ത് പെട്ടെന്ന് വാതിലിൽ മൃദുവായി മുട്ടുന്നൊരു ശബ്ദം കേട്ടു. അത് അലീനയാണെന്ന് ബാലചന്ദ്രമേനോൻ അറിയാം. അയാൾ ചെന്ന് വാതിൽ തുറക്കുന്നു. അപ്പോൾ ഗ്ലാസുകളിൽ നിറച്ച ലെമൺ ജ്യൂസ് ഒരു ട്രേക്കുള്ളിലാക്കിയിട്ട് അലീന മുറിക്കകത്തേക്ക് കയറി വരികയാണ്. അവൾ അകത്തേക്ക് കിടന്ന് ട്രേ ടീപ്പോയിലേക്ക് വെച്ചിട്ട് ബാലചന്ദ്രമേനോന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ അദ്ദേഹം പറയുകയാണ്, മോളെ, ഓരോ ഗ്ലാസുകൾ എടുത്ത് അവർക്ക് ഓരോരുത്തർക്കും മോള് തന്നെ കൊടുക്ക്. ഇത് കേട്ടുകൊണ്ട് അലീന ഗ്ലാസുകൾ കയ്യിലെടുത്ത് അവരുടെ ഓരോരുത്തരുടെയും മുൻപിലേക്ക് ചെല്ലുകയാണ്. ശിവശങ്കര മേനോൻ കണ്ണു ചുളിച്ച് അവളെ ഒന്ന് നോക്കുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ് വെറുപ്പോടെ, എനിക്ക് വേണ്ട. തുടർന്ന് രാജീവ് മേനോന്റെ അരികിലേക്ക് ചെല്ലുമ്പോൾ അയാൾ മുഖം തിരിച്ചു കളഞ്ഞു. ഗംഗാധര മേനോൻ അവളുടെ മുഖത്തേക്ക് ശാന്തമായി ഒന്ന് നോക്കിയിട്ട് അലീനയുടെ കയ്യിൽ നിന്നും ഒരു ഗ്ലാസ് ലെമൺ ജ്യൂസ് വാങ്ങുന്നുണ്ട്. ഒരു ശാന്തമായ മന്ദഹാസത്തോടു കൂടി ഒരു ഗ്ലാസ് ബാലചന്ദ്ര മേനോന്റെ കയ്യിലേക്കും അലീന നൽകി. ആ സമയത്ത് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, മോളെ, ഈ 3 പേർക്കും ഊണ് കൊടുക്കണം. പെട്ടെന്ന് രാജീവ് മേനോൻ, വേണ്ട വേണ്ട, ഞങ്ങൾക്ക് സമയമില്ല. ശിവേട്ടനും രാജീവും പ്രഹസനം നടത്തുകയാണ് അല്ലേ? മനസ്സിൽ വെറുപ്പും വിദ്വേഷവും പകയും നീറിപ്പുകയുകയാണ് നിങ്ങളുടെ. പുറമെ എല്ലാം ശാന്തമാണ് എന്ന് വരുത്തിയിട്ട് സ്ഥലം വിടണം. ക്ഷമയും വിട്ടുവീഴ്ചയും നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നെങ്കിൽ ആ കുട്ടി വെച്ച് നീട്ടിയ ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും നിങ്ങൾ വാങ്ങിക്കുമായിരുന്നു. കുടിക്കണ്ട, വെറുതെ കൈനീട്ടി ഒന്ന് വാങ്ങുകയെങ്കിലും ചെയ്യാമായിരുന്നു. അത് കേട്ടിട്ട് ഗംഗാധര മേനോൻ പറയുകയാണ്, ബാലേന്ദ്ര, ഞാൻ വാങ്ങിയില്ലേ വെള്ളം. നിങ്ങൾ മാത്രം സഹകരിച്ചത് കൊണ്ട് എല്ലാവരും ഒത്തുപോകണമെന്നില്ലല്ലോ. ഇത് കേൾക്കുന്ന സമയത്ത് അലീന ട്രേ എടുത്തുകൊണ്ട് മുറി വിട്ടിറങ്ങുകയാണ്. തുടർന്നവൾ രോഹിത്തിന്റെ വാതിൽ മുട്ടുകയാണ്. രോഹിത്ത് വാതിൽ തുറന്നു.
തൻ്റെ മുൻപിൽ നിൽക്കുന്ന അലീനയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും കോപാകുലനായി ദഹിപ്പിച്ചൊരു നോട്ടം ആ മുഖത്തേക്ക് നോക്കിയിട്ട് അലീനയുടെ മുഖത്തേക്ക് വാതിൽ ശക്തിയോടെ വലിച്ചടയ്ക്കുകയാണ്. ആ അടിയുടെ ആഘാതത്തിൽ വീടിൻ്റെ ചുമരുകളും ജനാലകളും കുലുങ്ങി. ഉറക്കെയുള്ള ശബ്ദം കേട്ടുകൊണ്ട് ബാലചന്ദ്രൻ പെട്ടെന്ന് പാസനേജിലേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ കണ്ടത് ഒന്നും സംഭവിക്കാത്തതുപോലെ അലീന സ്റ്റെയർകേസ് ഇറങ്ങി താഴേക്ക് വരികയാണ്. അവൾ താഴെ എത്തിയതിനു ശേഷം ബബിതയുടെ മുറിയിലേക്ക് പോയി. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഒരു ഗ്ലാസ് താഴെ വീണുടയുന്ന ശബ്ദമാണ് ആ മുറിക്കുള്ളിൽ നിന്ന് കേട്ടത്. ബാലചന്ദ്രൻ താഴേക്ക് ഇറങ്ങി ചെല്ലുന്നുണ്ട്. ഗംഗാധരമേനോനും അനുജന്മാരും പിന്നാലെ ചെല്ലുന്നു. അലീന ബബിതയുടെ മുറിയിൽ കുനിഞ്ഞിരുന്ന് നിലത്ത് പൊട്ടിച്ചിതറിക്കിടക്കുന്ന ഗ്ലാസ് കഷ്ണങ്ങൾ പെറുക്കി ട്രേയിലിടുന്ന കാഴ്ചയാണ് കണ്ടത്. ട്രേയിൽ വേറെയും ഗ്ലാസുകൾ മറിഞ്ഞു കിടപ്പുണ്ട്. ട്രേയിലും നിലത്തും ജ്യൂസ് തളം കെട്ടി കിടപ്പുണ്ട്. ബബിത കലി പൂണ്ട് മുറിയുടെ നടുവിൽ നിൽക്കുകയാണ്. ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, എന്തുപറ്റി? അലീന എന്തോ മറുപടി പറയാൻ ഭാവിച്ചപ്പോൾ പെട്ടെന്ന് അലീനയെ തടഞ്ഞുകൊണ്ട്, നിന്നോടല്ല ഞാൻ ചോദിച്ചത്, ബബിതയോടാണ്. ധിക്കാരത്തോടെ ബബിത അപ്പോൾ മറുപടി പറയുകയാണ്, ഞാൻ തട്ടിക്കളഞ്ഞതാണ്. ജ്യൂസുമായിട്ട് ഇവൾ എന്തിനാണ് എൻ്റെ മുൻപിലേക്ക് വന്നത്? എനിക്കിഷ്ടമല്ല അവളെ. ബബിതയുടെ കണ്ണുകളിൽ ആ സമയത്ത് അലീനയ്ക്കെതിരായിട്ടുള്ളൊരു വെല്ലുവിളി അങ്ങനെ നിഴലിച്ചു നിൽക്കുന്ന കാഴ്ച കാണുന്നുണ്ടായിരുന്നു. ബാലചന്ദ്രൻ ശബ്ദമുയർത്തി വിളിക്കുകയാണ്, അലീന, ആ കുപ്പിച്ചില്ലുകൾ അവിടെ ഇട്ടേ. അതൊക്കെ ബബിത ക്ലീൻ ചെയ്യും. അവളുടെ മുറിയാണിത്. നീ അവിടെ നിന്ന് എഴുന്നേറ്റ് നിന്റെ പണി പോയി നോക്ക്. ബാലചന്ദ്രൻ്റെ ഈ വാക്കുകൾ കേട്ടുകൊണ്ട് ഇരുന്ന ഇരിപ്പിൽ അലീന ദയനീയമായി അദ്ദേഹത്തിൻ്റെ മുഖത്തേക്കൊന്ന് നോക്കുന്നുണ്ട്. എന്നിട്ട് അവൾ ട്രേ എടുക്കാൻ തുനിഞ്ഞപ്പോൾ അയാൾ വീണ്ടും അലീനയെ തടയുകയാണ്. അതൊക്കെ നീ അവിടെ ഇട്. തുടർന്ന് ബബിതയോട്, ബബിത, ആ ഗ്ലാസ് കഷ്ണങ്ങൾ ചിതറിക്കിടക്കുന്നതൊക്കെ എല്ലാം പെറുക്കിയ ട്രേയിലിട്ടിട്ട് ആ റൂമൊക്കെ എത്രയും പെട്ടെന്ന് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തേ. ഞാൻ ക്ലീൻ ചെയ്യണമെന്നോ? അച്ഛൻ പിന്നെന്തിനാണ് ഇവിടെ വേലക്കാരിയെ വെച്ചിരിക്കുന്നത്? അലീന ഇവിടുത്തെ വേലക്കാരിയല്ല. ഞാൻ അവളെ ദത്തെടുത്തിരിക്കുകയാണ് ഈ വീട്ടിലെ ഒരു അംഗമായിട്ട്. നിന്റെ അച്ഛൻ ഇപ്പോൾ 3 അല്ല മക്കൾ, 4 പേരുണ്ട്. 3 പെൺമക്കളും ഒരു മകനും. ഇനി മുതൽ നീ അലീനയെ നിന്റെ ചേച്ചിയുടെ സ്ഥാനത്ത് കാണണം. ചേച്ചി എന്ന് തന്നെ വിളിക്കണം. അവൾക്ക് 23 വയസ്സ് കഴിഞ്ഞു. അവൾക്ക് നിങ്ങളെ ശാസിക്കാനും നിയന്ത്രിക്കാനും ഉപദേശിക്കാനും സ്നേഹിക്കുവാനും അവകാശമുണ്ട്. അവൾ പറയുന്നത് അനുസരിക്കാനുള്ള കടമ നിങ്ങൾക്ക് 3 പേർക്കുമുണ്ട്. ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിന്റെ അമ്മാവന്മാരോട് ചോദിക്കാം. ഇത് കേട്ടുകൊണ്ട് ബബിത പെട്ടെന്ന് പകച്ച് ഗംഗാധരമേനോനെയും ശിവശങ്കരമേനോനെയും മാറി മാറി ഒന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ ബാലചന്ദ്രൻ ഗംഗാധരന്റെ മുഖത്തേക്ക് നോക്കി ചോദിക്കുന്നുണ്ട്, ഗംഗേട്ടാ, സംഗതി മനസ്സിലായില്ലേ? ഞാൻ ഈ പറഞ്ഞതൊക്കെ സത്യമല്ലേ? ചുമ്മാതെ മൂളിയാൽ പോരാ. അതെ, ബാലചന്ദ്രൻ പറഞ്ഞത് അക്ഷരം പ്രതി സത്യമാണ് എന്ന് തന്നെ പറയണം. എൻ്റെ കുട്ടികൾക്ക് ബോധ്യമാകണ്ടേ? അത് കേട്ടിട്ട് ഗംഗാധരമേനോൻ ബബിതയോട്, ബബിതേ, ബാലചന്ദ്രൻ ഇപ്പോൾ പറഞ്ഞതെല്ലാം അക്ഷരം പ്രതി ശരിയാണ്. അപ്പോൾ വീണ്ടും ബാലചന്ദ്രൻ, ശിവേട്ട, നിങ്ങളെല്ലാവരും കൂടി അലീനയെ ഈ കുടുംബത്തിലെ ഒരംഗമായിട്ട് അംഗീകരിച്ച് കഴിഞ്ഞതല്ലേ? അല്ലെങ്കിൽ അല്ലെന്ന് പറയണം. ഇപ്പോൾ എൻ്റെ മക്കൾക്ക് ചിന്താക്കുഴപ്പമുണ്ടാക്കിയിട്ട് പോകരുത്. അതെ, നമ്മളെല്ലാവരും കൂടി അംഗീകരിച്ചതാണല്ലോ, അതിങ്ങനെ കൂടെ കൂടെ ഏറ്റു പറയിക്കണോ? ഇത് പറഞ്ഞുകൊണ്ട് ശിവശങ്കരമേനോൻ ഒന്ന് പിറുപിറുക്കുന്നുണ്ട്. അല്ല, രാജീവിന് ഇനി വിരുദ്ധാഭിപ്രായം വല്ലതും ഉണ്ടോ? ഇല്ല, ഒരഭിപ്രായവുമില്ല. ബബിത കേട്ടല്ലോ, നിന്റെ അമ്മാച്ചന്മാർക്ക് ഈ വിഷയത്തിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ല. ബാലചന്ദ്രന്റെ വാക്കുകളെ ഏറ്റു പറഞ്ഞുകൊണ്ട് ബബിതയുടെ മുൻപിൽ നിൽക്കുന്ന അമ്മാച്ചന്മാരുടെ മുഖത്തേക്ക് നോക്കിയിട്ട് തിരിച്ചൊരക്ഷരം മിണ്ടാൻ പോലും കഴിയാതെ ബബിത അങ്ങനെ പകച്ചു നിൽക്കുകയാണ്. ഇങ്ങനെ ഒരു വഴിത്തിരിവ് അവൾ പ്രതീക്ഷിച്ചതേയില്ല. അച്ഛൻ പറയുന്നതെല്ലാം അമ്മാവന്മാർ അതേപടി അംഗീകരിക്കുന്നു. അലീനയും ആശ്ചര്യത്തോടെ സ്തബ്ധയായി നിൽക്കുകയാണ്. ബാലചന്ദ്രമേനോൻ വളരെ നാടകീയമായി തന്നെ ഈ കുടുംബത്തെ ഒരു അംഗമായി പ്രഖ്യാപിച്ചതും അത് മറ്റുള്ളവരെ കൊണ്ട് അംഗീകരിപ്പിച്ചതും അവളെ അമ്പരപ്പിച്ചു കളഞ്ഞു. ഒരു നിമിഷം കൊണ്ട് ഈ കുടുംബത്തിലെ അനിഷേധ്യമായ ഒരു സ്ഥാനത്തേക്ക് അച്ഛൻ തന്നെ കൈപിടിച്ചിരുത്തിയിരിക്കുന്നു. അത് വിളംബരം ചെയ്യുകയും ചെയ്തു. ഇനി ഞാൻ ഈ വീട്ടിൽ അന്യയല്ല, ജോലിക്കാരിയല്ല, അഭയാർത്ഥിയുമല്ല. മകളാണ്, എൻ്റെ അച്ഛൻ്റെ മകൾ, എൻ്റെ അനുജൻ്റെയും അനുജത്തിയുടെയും സഹോദരി. ഈ ചിന്തയിൽ അലീനയുടെ മിഴികളിൽ നീർക്കണങ്ങൾ ഊറി നിറയുവാൻ തുടങ്ങി. അപ്പോൾ ബാലചന്ദ്രൻ വീണ്ടും പറയുകയാണ്, ഈ വീട് തൂത്തു തുടപ്പിക്കുകയും വിഴുപ്പലക്കുകയും എച്ചിൽ പാത്രങ്ങൾ കഴുകുകയും ഭക്ഷണമുണ്ടാക്കുകയും ചെയ്യേണ്ട വീട്ടുവേലക്കാരിയല്ല ഇന്നു മുതൽ അലീന. അവൾ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ്. അത് മനസ്സിലാക്കി അവളെ സ്നേഹിക്കുകയും സഹായിക്കുകയും വേണം. അതിന് നിങ്ങൾ തയ്യാറാണെങ്കിൽ എനിക്ക് കുറച്ച് ആശ്വാസം കിട്ടും. നമ്മുടെ പ്രശ്നങ്ങളൊക്കെ തീരാൻ അത് മാത്രമേ ഉള്ളൂ വഴി. ഇത്രയും കേൾക്കുമ്പോഴേക്കും ബാലചന്ദ്രൻ്റെ മുഖത്തടിച്ചതുപോലെ ബബിത ചോദിക്കുകയാണ്, അത് അച്ഛൻ മാത്രം പറഞ്ഞാൽ പോരല്ലോ? അമ്മ അറിഞ്ഞുകൊണ്ടാണോ ഇങ്ങനെയൊക്കെയുള്ള തീരുമാനങ്ങൾ അച്ഛൻ എടുത്തിരിക്കുന്നത്? ഇവളെ ദത്തുപുത്രിയായിട്ട് അമ്മ അംഗീകരിച്ചിട്ടുണ്ടോ? അമ്മ അംഗീകരിക്കണം മോളെ. അമ്മയുടെ പക്ഷം പിടിച്ച് വാദിക്കാനെത്തിയ വക്കീൽമാരാണ് ഈ നിൽക്കുന്ന 3 പേരും. അമ്മയെക്കൊണ്ട് ഇവർ സമ്മതിപ്പിച്ചോളും. നമ്മൾ അതിനകത്ത് തലയിടാനേ പോകണ്ട. തുടർന്ന് അയാൾ ഗംഗാധരമേനോന്റെയും അനുജന്മാരുടെയും നേർക്ക് തിരിഞ്ഞിട്ട് പറയുകയാണ്, നിങ്ങൾ രോഹിത്തിനും ബബിതയ്ക്കും കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കണം.
അവരെ ഇവിടെ കൊണ്ടുവന്ന് തള്ളിയിട്ട് കടമ തീർന്നു എന്നുള്ള മട്ടിൽ കടന്നു കളയരുത്. അവർക്ക് സംശയങ്ങളുണ്ട്, അത് മാറ്റിയിട്ട് മാത്രമേ പോകാവൂ. തുടർന്ന് ബബിതയുടെ മുറിയിൽ നിന്ന് ബാലചന്ദ്രൻ പുറത്തിറങ്ങിയിട്ട്, മോളെ അലീന, അപ്പോൾ പിന്നെ ഊണ് വിളമ്പിക്കൂ, എനിക്ക് കഴിച്ചിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകണം, അവിടെ പല കാര്യങ്ങളും ഇനിയും ചെയ്തു തീർക്കേണ്ടതായിട്ടുണ്ട്. ബാലചന്ദ്രന്റെ തീരുമാനങ്ങളും വാക്കുകളും പ്രവർത്തികളും ഒക്കെ കണ്ടിട്ട് എന്തു ചെയ്യണമെന്നറിയാതെ വല്ലാത്തൊരു ഊരാക്കുടുക്കിൽ വീണതുപോലെ ഗംഗാധര മേനോനും സഹോദരങ്ങളും പകച്ചു നിൽക്കുകയാണ്. എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത് എന്ന് മനസ്സിലാകാതെ മൂവരുടെയും മുഖത്തേക്ക് മാറി മാറി നോക്കിക്കൊണ്ട് ബബിതയും ഒരേ നിൽപ്പ് തന്നെ നിൽക്കുകയാണ്. മഴത്തോരും മുൻപേ എന്ന സീരിയൽ ഉദ്വേഗജനകമായ ക്ലൈമാക്സിലേക്ക് എത്തുകയാണ്. ഈ സീരിയലിൽ വരുവാൻ പോകുന്ന ഭാഗങ്ങൾ മുന്നമേ കൂട്ടി അറിയേണ്ടതിന് ഇതുവരെയും ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഹൈപ്പ് ചെയ്യുവാനും ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.